ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1922. ഇന്ന് ഏപ്രിൽ മാസം 5-ാം തീയതി, 95-ാമത്തെ ദിവസത്തിലെത്തി. നോമ്പുകാലമാണെന്ന് ഓരോ പുലരെയും ഓർക്കുന്നുണ്ട് ഓരോരുത്തരും. ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അനുതാപത്തിന് പ്രത്യേക ഊന്നൽ കൊടുക്കുന്നൊരു കാലമാണ്. അനുദിന പ്രാർത്ഥനകളിലും വിശുദ്ധ ബലിയിലുമെല്ലാം അനുതാപത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് വ്യക്തമായ അവബോധം, അതുളവാക്കുന്ന ദുഃഖം അഥവാ പശ്ചാത്താപം, പിന്നെ തുടർന്ന് പാപങ്ങൾ ഏറ്റുപറയാനും പ്രായശ്ചിത്തം അനുഷ്ഠിക്കാനുമുള്ള ഒരു മനസ്സ്, സന്നദ്ധത. ഇതൊക്കെയല്ലേ അനുതാപം എന്നുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് മാത്രം പോരാ. ഇവയേക്കാളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസാന്തരം തന്നെയാണ്. അനുതപിക്കുക, മാനസാന്തരപ്പെടുക എന്നീ രണ്ട് വാക്കുകൾ പലപ്പോഴും നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. യേശുവിൻ്റെ ആഹ്വാനമുണ്ട്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. ശരിക്കും പറഞ്ഞാൽ മനസ്സ് മാറുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു പുതിയ മനസ്സ്, ഒരു പുതിയ മനോഭാവം അതുണ്ടാവണം ഓരോരുത്തർക്കും. പാപബോധവും പശ്ചാത്താപവും തുടർന്നുള്ള പരിഹാര പ്രവൃത്തികളും എല്ലാം യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അടയാളങ്ങളായി മാറേണ്ടതാണ്. തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ ആരായാലും തിരുത്താനായിട്ട് തയ്യാറാവട്ടെ. വഴിതെറ്റിയാണ് യാത്ര തുടരുന്നത് എന്ന് ബോധ്യപ്പെട്ട തീർച്ചയായിട്ടും വഴി തിരിയണ്ടേ, ശരിയായ വഴി തിരഞ്ഞെടുക്കണ്ടേ. അത് ചെയ്യാതെ എത്ര വിലപിച്ചാലും പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാലും ഫലമുണ്ടാവില്ല. പരിശുദ്ധന പത്രോസ്ലീഹ തൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നായ ഛർദ്ദിച്ച് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. എന്താണ് മാനസാന്തരം ഉണ്ടാകാത്ത അനുതാപ പ്രകടനങ്ങളെക്കുറിച്ച് തന്നെയാണ്. യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ അവനവൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും ആ ലക്ഷ്യത്തിൽ നിന്ന് മാത്രം അകന്നുപോയെന്ന് തിരിച്ചറിവുണ്ടാകുകയും തിരികെ എത്താനായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധം സ്വരൂപിക്കുകയും വേണം. ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്ന, അവിടുത്തെ സ്നേഹത്തിന് പാത്രമായ മകനും മകളുമാണ് ഓരോരുത്തരുമെന്ന് സ്വയം തിരിച്ചറിയുകയും വേണ്ടേ. അങ്ങനെയാണ് അനുതപിക്കുകയും മാനസാന്തരത്തിന് തക്ക സൽഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുകയും ചെയ്യേണ്ടത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.